നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹസ്തരേഖാശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കൈവെള്ളയിലെ ഭാഗ്യരേഖയെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരാളുടെ കൈരേഖ പരിശോധിക്കുമ്പോൾ ആദ്യം ഭാഗ്യരേഖയാണ് നോക്കുന്നത്. അതുമാത്രമല്ല, ആദ്യം ചോദിക്കുന്നതും ഭാഗ്യമുള്ള കൈയാണോ എന്നാണ്. കൈവെള്ളയുടെ അടിയിൽ നിന്നും ആരംഭിച്ച് മുകളിലേക്ക് പോകുന്ന രേഖയാണ് ഭാഗ്യരേഖ. ഒരാൾക്ക് സുഖജീവിതമാണോ കഷ്ടജീവിതമാണോ എന്ന് ഈ രേഖ വെളിപ്പെടുത്തുന്നു. ഈ രേഖ ഒരാളുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ വെളിപ്പെടുത്തുന്നതായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. കൈവെള്ളയുടെ അടിയിൽ നിന്നും ആരംഭിച്ച് നടുവിരലിൻ്റെ അടിയിൽ ശനിമണ്ഡലത്തിൽ എത്തിച്ചേരുന്ന രേഖയാണ് ഭാഗ്യരേഖ അഥവാ വിധിരേഖ എന്നും പറയും. എല്ലാവർക്കും അങ്ങനെ ശനിമണ്ഡലം വരെ എത്തപ്പെടാറില്ല. ചിലർക്ക് കൈവെള്ളയുടെ മധ്യഭാഗത്തെത്തി ശനിമണ്ഡലത്തെ നോക്കി സ്ഥിതി ചെയ്യും. ഭാഗ്യരേഖ ഇതുപോലെ മധ്യത്തിൽ നിന്നും ആരംഭിച്ച് നടുവിരലിൻ്റെ അടിയിൽ ശനിമണ്ഡലം വരെ എത്തപ്പെട്ടാൽ അത് സ്വപരിശ്രമം കൊണ്ട് ജീവിതത്തിൽ അഭിവൃദ്ധിയുണ്ടാകുന്നവരുടെ കൈകളിലാണ് കാണാൻ കഴിയുന്നത്. ഭാഗ്യരേഖ ചന്ദ്രമണ്ഡലത്തിൽ നിന്നും ആരംഭിച്ച് ശനിമണ്ഡലം വരെ എത്തപ്പെട്ടാൽ പ്രവൃത്തികൾക്ക് വേണ്ടുന്ന സഹായം സ്ത്രീകളാൽ ഉണ്ടാകുമെന്നതിനെയാണ് കാണിക്കുന്നത്. ചന്ദ്രമണ്ഡലത്തിൽ നിന്നും ആരംഭിക്കുന്നതിനാൽ ഇവർ മാതാപിതാക്കളുടെ സഹായമില്ലാതെ തന്നെ സ്വപരിശ്രമം കൊണ്ട് തന്നെ തൊഴിലിലേർപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും. വിധിരേഖ ശുക്രമണ്ഡലത്തിൽ നിന്നും ആരംഭിക്കുകയാണെങ്കിൽ അത് അടുത്ത ബന്ധുക്കളുടെ സഹായത്താൽ ഏത് കാര്യത്തിലും ലാഭമുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കാം. വിധിരേഖ മുറിഞ്ഞോ പുള്ളി കുരിശ് ഇങ്ങനെയുള്ള അടയാളങ്ങൾ കാണുകയാണെങ്കിൽ ജീവിതത്തിൽ വരുമാനം കുറഞ്ഞ് കഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം. വിധിരേഖയിൽ കാണുന്ന കുറ്റങ്ങളും കുറവുകളും അതനുസരിച്ച് പല വിധത്തിലായിരിക്കും ഫലങ്ങൾ. അതേപോലെ തന്നെ ബാല്യത്തിൽ കാണുന്ന കുറ്റങ്ങൾക്ക് ഫലസിദ്ധി കുറവായിരിക്കും. വിധിരേഖയിൽ ദീപടയാളം കാണപ്പെട്ടാൽ അയാളുടെ പ്രവൃത്തികൾക്ക് തടസ്സം നേരിടും. അവരുടെ അന്തസ്സിന് കോട്ടം വന്നു ഭവിക്കും. ഒരു സ്ത്രീയുടെ കയ്യിലാണ് വിധിരേഖയിൽ ദീപടയാളം കാണപ്പെടുന്നതെങ്കിൽ അവൾ നെറിയില്ലാത്തവളായി ജീവിക്കും, ചാരിത്ര്യം നശിപ്പിക്കും. ചിലർ ധനം നശിപ്പിച്ച് കഷ്ടപ്പെടുന്നു. ഒരു ശിശുവിൻ്റെ കയ്യിലാണ് വിധിരേഖയിൽ ദീപടയാളം കാണപ്പെടുന്നുവെങ്കിൽ അത് മാതാപിതാക്കളുടെ സൗഭാഗ്യത്തെ കെടുത്തും എന്നും മനസ്സിലാക്കാം. വിധിരേഖയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.